പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനൂഷിന്റെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്നുവെന്ന് ആശുപത്രി അധികൃതർ. കുട്ടി മരുന്നുകളോടും നിർദ്ദേശങ്ങളോടും പ്രതികരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. മരിച്ച കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം വൈകുന്നേരം 20ഓളം വനംവകുപ്പ് ജീവനക്കാർ ചേർന്ന് വീടും പരിസരവും വൃത്തിയാക്കി. ചികിത്സയിൽ കഴിയുന്ന അനൂഷിന്റെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്നുവെന്ന് ആശുപത്രി അധികൃതർ. ഇന്നലെ കുട്ടി കണ്ണു തുറന്നിരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിനിലും വ്യക്തമാക്കിയിരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് 10 വയസ്സുകാരൻ. അതേസമയം കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് ഉടൻ മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. കുട്ടി മരുന്നുകളോട് പ്രതികരിച്ച സാഹചര്യത്തിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ആൽജോയുടെയും അനൂഷിന്റെയും വീടിന്റെ പരിസരങ്ങളിൽ ഇന്നലെ വനംവകുപ്പ് പരിശോധന നടത്തിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ വീണ്ടും മറ്റൊരു ശംഖുവരയനെ കൂടി കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ വീടും പരിസരവും പരിശോധിച്ചു. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജ് ഉച്ചകഴിഞ്ഞ് സ്ഥലം സന്ദർശിച്ചു. കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം വൈകുന്നേരം 20ഓളം വനംവകുപ്പ് ജീവനക്കാർ ചേർന്ന് വീടും പരിസരവും വൃത്തിയാക്കി. പാമ്പുകൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മണ്ണിളക്കി പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ പാമ്പുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രഞ്ജിത്ത് രാജിന്റെ മേൽനോട്ടത്തിലാണ് വീട്ടുപരിസരം വൃത്തിയാക്കിയത്. മീഡിയ ടൈം, കൊടകര.